കുട്ടികളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ. എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ, 5 മൈൽ പൂക്കോട്ടുംപാടം. ഇടത് കേന്ദ്രങ്ങളിൽ ആവേശമുയർത്തി വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്നു. ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് അവർ പറഞ്ഞു. നിലമ്പൂർ കല്ലേമ്പാടത്ത് നിന്നുമാണ് പര്യടനം തുടങ്ങിയത്. പാർലമെന്റിലേക്ക് ചെങ്കോലും പിടിച്ചു വരുന്ന പ്രധാനമന്ത്രിയെയാണ് കാണുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമന്ത്രിയും കൂട്ടരും നടത്തുന്നതെന്നും ആനി രാജ പറഞ്ഞു. മുൻ MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പൂർണ്ണമായും രാഹുൽ ഗാന്ധി പരാജയമാണ്. അതിനാൽ തന്നെ നിർണായകമായ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും ആനി രാജയെ വിജയിപ്പിക്കണമെന്നും ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി PP സുനീർ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് കരിയാക്നാന്തോപ്പിൽ, NCP നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ്, CPI ഏരിയ സെക്രട്ടറി M മുജീബ് റഹ്മാൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, CPM നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി T ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. പോത്തുകൽ, കരുളായി, വഴിക്കടവ്, മൂത്തേടം, അമരമ്പലം പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലും പര്യടനം നടത്തി. അതുകൊണ്ട് അത് മാത്രവുമല്ല, കുറെ നാളുകളായി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പല നേതാക്കൾ വന്ന് നമ്മളോട് സംസാരിച്ചതിന്റെ ഫലമായി നമ്മൾ തന്നെ ഒന്നിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെയാണെന്ന് ഞാനും ആവർത്തിച്ചു പറയുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ജയ് ശ്രീരാം എന്നുള്ള വിളിയാണ് കേൾക്കുന്നത്. നമ്മുടെ റിയൽ ഫ്രൂട്ട് പവർ, റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ.